ആദ്യം തന്നെ രാവിലെ എണീറ്റപ്പോൾ മമ്മി പുട്ടൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ മമ്മി പുട്ടും കടലയും ഒക്കെ ഉണ്ടാക്കി. പിന്നെ പഴം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് കോമ്പിനേഷനാണ് പുട്ട്, കടല ആൻഡ് ചെറുപഴം. അപ്പോൾ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് പുട്ട് കഴിക്കാൻ ഇഷ്ടം? ഞാൻ പിന്നെ പുട്ടൊക്കെ കഴിച്ച് നല്ല സന്തോഷത്തിൽ കുറേ നാളായിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊന്നുമില്ലല്ലോ. അപ്പോൾ മമ്മി പുട്ടൊക്കെ ഉണ്ടാക്കി വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ എൻ്റെ ചായയൊക്കെ ആയിട്ട് ഞാനിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഞാനും മമ്മിയൊക്കെ ആയിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്ന് കഴിക്കുമായിരുന്നു. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനും മമ്മിയും കൂടി ചാറ്റ്സ്റ്റൺ മോളിലോട്ട് പോവാണ്. ഇവിടെ വീടിൻ്റെ അടുത്തുള്ള ഒരു മോളാണ്. വീടിൻ്റെ അടുത്തുനിന്ന് ചെറു ബസ് കയറി പോകണം. എന്നാലും ലൈക്ക് മമ്മി വന്നിട്ട് ആദ്യമായിട്ടാണ് ഇപ്പോൾ പുറത്തിറങ്ങുന്നത്. കാരണം വന്നിട്ട് ഒരു 2 days എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇന്നാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഒരു ഈവനിങ് ആയപ്പോൾ ഒരു മോളിൽ കറങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ മമ്മിക്ക് എങ്ങനെയുണ്ട് സ്ഥലമൊക്കെ കണ്ടിട്ട്? ഇഷ്ടപ്പെട്ടാ? കാണാൻ ഭംഗിയില്ലേ? ആ, ഞാൻ കാണിച്ചു തരാം ഏത് വഴിക്കോടെ നടക്കുന്നതെന്ന്. അതെ, ഇങ്ങനെ ഒരു വഴിക്കോടെയാണ് ഞങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പല ടൈപ്പ് ഓഫ് മരങ്ങൾ. ഇവിടെ ഡോഗ്സിനെയൊക്കെ നടക്കാൻ കൊണ്ടുവരുന്ന ഏരിയ ആണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് മമ്മിക്ക് സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് ഇങ്ങനെ ചെറുതായിട്ട് വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുമായിരുന്നു. യാ, മമ്മി ഇവിടെ എത്തിയതിന് ശേഷം ഏറ്റവും ആദ്യമായിട്ട് കയറുന്ന പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ഈ ബസ്സാണ്. ഞാൻ ഈ ബസ്സിൻ്റെ വർക്കിംഗ് ഒക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. നമ്മുടെ നാട്ടിലത്തെ പോലെ നമ്മുടെ എല്ലാ സ്റ്റോപ്പിലൊന്നും നിർത്തില്ല. നമ്മൾ ഈ സ്റ്റോപ്പ് എന്ന് പറഞ്ഞ ബട്ടൺ അമർത്തിയാൽ മാത്രമാണ് ഇത് നിർത്തുള്ളൂ എന്നൊക്കെ പറയുമായിരുന്നു. അപ്പോഴേക്കും ചാറ്റ്സ്റ്റൺ മോൾ എത്തിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ എവിടെയൊക്കെ പോകണം, എന്ത് പോകണം എന്നൊരു പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒന്ന് കറങ്ങാം, എന്തായാലും ഈവനിങ് അല്ലേ, പുറത്ത് പോകാം, ഫുഡ് കഴിച്ചിട്ടൊക്കെ വരാമെന്നുള്ളൊരു പ്ലാനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് ഞാനിത് കണ്ടത്. ഇത് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. ഇവർ ഈ മോളുടെ അകത്ത് ഒരു സെറ്റപ്പ് ചെയ്ത് നോക്കുവാണ്, ഈ സാന്തയുടെ ഹൗസ് പോലെ. അപ്പം പിള്ളേർക്ക് ഇതെന്താ ടിക്കറ്റ് വെച്ചിട്ടുള്ള പരിപാടിയാണ്, എന്നാലും ക്യൂട്ടല്ലേ ഇങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഫ്രണ്ടിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് കയറിയാൽ സാന്തേനെ മീറ്റ് ചെയ്യാൻ പറ്റും. സാന്തേനെ മീറ്റ് ചെയ്യാമെന്ന് മാത്രമല്ല, സാന്തേൻ്റെ കൂടെ ഇരുന്നിട്ട് കുറച്ച് ഗുഡ് പിക്ചേഴ്സും കൂടി എടുക്കാൻ പറ്റും. അപ്പോൾ അത് അവർക്കൊരു ഗുഡ് മെമ്മറി കൂടിയല്ലേ. ഞാൻ പിന്നെ ഇങ്ങനെ എവിടെ പോകണം, ഇതാണെങ്കിൽ ഒരു വലിയ മോളാണ്, വഴി തെറ്റി പോകും നമ്മൾ. അപ്പോൾ ഞാൻ എവിടെയാണ്, എനിക്ക് പോകേണ്ട സ്ഥലം എവിടെയാണെന്ന് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു ഞാൻ. പിന്നെ ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരേപ്പാരം നടന്നു, കുറേ പിക്ചേഴ്സൊക്കെ എടുത്തു. പിന്നെ ഇവിടെ ഇങ്ങനെ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് അപ്പുറം ഇപ്പുറം, ഇതൊക്കെ നാച്ചുറൽ പ്ലാന്റ്സ് ആണ്. ഇത് നല്ല ഭംഗിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചോക്കണം. അപ്പോൾ മമ്മി ഈ പ്ലാന്റ് കണ്ടിട്ട് പറയുമായിരുന്നു, ഇത് നമ്മുടെ വീട്ടിലുള്ള പ്ലാന്റ് ആണല്ലോ എന്നൊക്കെ. ഞങ്ങളെന്താ ചെറുതായിട്ട് ട്വിന്നിങ് കണ്ടോ, സെയിം കളർ, സെയിം ബോട്ടം. ഞങ്ങൾ പിന്നെ മോള് ഫുള്ളൊന്ന് ചുറ്റി അവിടുത്തെ ക്രിസ്മസ് ഡെക്കോർസൊക്കെ ഇങ്ങനെ കണ്ട് നടക്കുമായിരുന്നു. നല്ല ഭംഗിയിൽ തന്നെ അവർ ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ക്രിസ്മസ് ടൈം വന്നു കഴിഞ്ഞാൽ എല്ലാ മോൾസിലും ഇങ്ങനെ തന്നെയല്ലേ, നമ്മുടെ നാട്ടിലായാലും എല്ലായിടത്തും നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ മമ്മിക്ക് കുറച്ച് പിക്ചേഴ്സും ഒക്കെ എടുത്തു കൊടുത്തു. പിന്നെ ഞങ്ങൾ നടന്ന് ഇങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് ഇങ്ങനെ ചെറിയ രീതിയിൽ കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി അവിടുത്തെ ടാർഗറ്റ്, കെ-മാർട്ട് അങ്ങനത്തെ ഷോപ്സിലൊക്കെ ഒന്ന് കയറി. ബിക്കോസ് എനിക്ക് ഹാങ്ങറൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. കാരണം മമ്മിയുടെ ഡ്രസ്സസും എൻ്റെ കുറച്ച് മമ്മി കൊണ്ടുവന്ന ഡ്രസ്സസും ഹാങ് ചെയ്യാൻ എൻ്റെ കയ്യിൽ കുറച്ചുണ്ടായിരുന്നു, എന്നാലും കുറച്ചും കൂടി വേണമായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. പിന്നെ നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകാനുള്ള പ്ലാനിലായിരുന്നു. അപ്പോൾ നാൻഡോസിലോട്ടാണ് ഞങ്ങൾ പോയത്. അവിടെയാണെങ്കിൽ ഭയങ്കര ക്യൂ ആയിരുന്നു, എന്താണെന്നറിയില്ല. പക്ഷെ കുറച്ച് നേരം നിൽക്കുമ്പോഴേക്കും ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു പെരിനൈസ് ക്ലാസിക് ചിക്കനും പിന്നെ ഒരു പെരിനൈസ് ക്ലാസിക് ബർഗർ മീലും ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. രണ്ടും നല്ലതായിരുന്നു. പിന്നെ ഞങ്ങൾ ഹോട്ടാണ് രണ്ടും എടുത്തത്. ബിക്കോസ് ഹോട്ടല്ലെങ്കിൽ ഇവിടെ എരിവ് ഒട്ടും ഉണ്ടാവില്ല. നമുക്ക് ഇങ്ങനെ ഒട്ടും എരിവില്ലാത്ത അത്രയും ഇഷ്ടമുണ്ടാവില്ലല്ലോ. പിന്നെ ഞങ്ങൾ മാക്കസിന് 2 സോഫ്റ്റിയൊക്കെ ഓർഡർ ചെയ്തു. എന്നിട്ട് അത് കഴിച്ചുകൊണ്ട് ഇന്നത്തെ എല്ലാ പരിപാടികളും കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു
ഇന്നത്തെ പ്ലാൻ. അപ്പോൾ ഡെസേർട്ടും ആയി. അങ്ങനെ അതും കഴിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു. പിന്നെ നോക്കിയപ്പോഴേക്കും എല്ലാ ഷോപ്സൊക്കെ ക്ലോസ് ചെയ്യേണ്ട ടൈമായി. അപ്പം എല്ലാം ക്ലോസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ പുറത്ത് തന്നെയാണ് മെയിൻ ബസ് സ്റ്റാൻഡ് പോലത്തെ ഏരിയ. അപ്പോൾ അതുകൊണ്ട് അത്ര നടക്കാനൊന്നുമില്ല. അപ്പോൾ നേരെ പുറത്തോട്ട് ഇറങ്ങി അവിടെ ബസ്സിന് വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോഴേക്കും ഞങ്ങൾക്ക് ബസ്സൊക്കെ കിട്ടിയായിരുന്നു. അപ്പോൾ പിന്നെ നേരെ വീട്ടിലോട്ട് പോയി. അപ്പോഴേക്കും കുറച്ചൊക്കെ തണുപ്പായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും മമ്മി അയ്യോ ജാക്കറ്റ് എടുത്തില്ല തണുക്കുന്നു എന്നുള്ള രീതിയിലായിരുന്നു. മമ്മീനെ പിന്നെ ഞാൻ സ്റ്റോപ്പ് അമർത്താനൊക്കെ പഠിപ്പിക്കുമായിരുന്നു. ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുക. രാത്രിയായി. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഇനിയും കുറേ വ്ളോഗ്സ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ പറ. ബൈ.